ഒരിക്കൽ ഭവന സന്ദർശനത്തിൻ്റെ വേളയിൽ ഒരു വീട്ടിലെത്തിയപ്പോൾ ഒരമ്മ എന്നോടിങ്ങനെ പറഞ്ഞു തൻ്റെ മകനെക്കുറിച്ച്. അച്ഛാ, മകനെ അങ്ങനെ പൂഴ്ത്തി പറയൊന്നുമില്ല കേട്ടോ, അവൻ നല്ലൊരു മകനാണ്, മിടുക്കനാണ്, നല്ല സ്നേഹമുള്ളവനാണ്, ആത്മാർത്ഥതയുള്ളവനാണ്, ഉത്തരവാദിത്വബോധമുള്ളവനാണ്. മാത്രമല്ല പള്ളിയിലെ എല്ലാ കാര്യങ്ങൾക്കും അവൻ ഒന്നാമനാണ്, എല്ലാവർക്കും അവൻ ഇഷ്ടമാണ്, അവൻ നല്ലൊരു മാതൃകയാണെന്നാണ് എല്ലാവരും പറയുന്നത്. തൻ്റെ മക്കളെക്കുറിച്ച് ഇതുപോലെ അഭിമാനത്തോടു കൂടി പറയുന്ന മാതാപിതാക്കളെയും മുതിർന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ നിഷേധാത്മകമായ രീതിയിൽ തങ്ങളുടെ മക്കളെക്കുറിച്ചോ യുവജനങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന മുതിർന്നവരെയും കണ്ടിട്ടുണ്ട്. പള്ളിയിൽ പോകില്ല, കുമ്പസാരിക്കില്ല, വർത്തമാനം ശരിയല്ല, പ്രവൃത്തികൾ ശരിയല്ല, കൂട്ടുകെട്ട് തീരെ ശരിയല്ല, ഇങ്ങനെയൊക്കെ പറയുന്നവരെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈ ഡിസംബർ മാസത്തിൽ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് നമുക്ക് നൽകുന്ന വചനം തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വചനം. അവിടെ പൗലോസ്ലീഹ തിമോത്തിയോസിനോട് പറയുകയാണ്, എൻ്റെ മകനെ, നിൻ്റെ പ്രായക്കുറവിൻ്റെ പേരിൽ ആരും നിന്നെ അവഗണിക്കാനായിട്ട് ഇടവരരുത്. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് പൗലോസ്ലീഹ ഓർപ്പിക്കുന്ന കാര്യം ഇതാണ്: നീ എല്ലാവർക്കും മാതൃകയായിരിക്കണം. പ്രത്യേകിച്ച് യുവജനങ്ങളോട് പറയുന്ന ഒരു വചനമാണിത്. നീ എല്ലാവർക്കും മാതൃകയായിരിക്കണം. എന്തിലൊക്കെ മാതൃകയായിരിക്കണം? വിശുദ്ധിയിൽ മാതൃകയായിരിക്കണം, വിശ്വാസത്തിൽ മാതൃകയായിരിക്കണം, പ്രവൃത്തിയിൽ, വാക്കിൽ, സംസാരങ്ങൾ, എല്ലാ മേഖലകളിലും നീ വിശുദ്ധിയിലായിരിക്കണം, മാതൃകയായിരിക്കണം എന്നുള്ള കാര്യം പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് യുവജനങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു സന്ദേശമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് കർത്താവ് നമുക്ക് എല്ലാവർക്കും നൽകുന്ന ഒരു സന്ദേശമാണ്. ചിലപ്പോഴൊക്കെ യുവജനങ്ങൾ വന്ന് ഇപ്രകാരം എൻ്റെ അടുത്ത് പറയാറുണ്ട്: അച്ഛാ, നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിലെ കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യുന്നുണ്ട്, ഉത്തരവാദിത്തങ്ങൾ നന്നായി ചെയ്യുന്നുണ്ട്, എന്നാൽ തന്നെയും ചിലപ്പോഴൊക്കെ പെട്ടെന്നങ്ങ് ദേഷ്യപ്പെട്ടു പോവും, അത് നിയന്ത്രിക്കാനങ്ങ് പറ്റുന്നില്ല, എന്തോ അറിയില്ല, എത്രമാത്രം നന്നായി ചെയ്താലും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞില്ല അച്ഛാ, ഭയങ്കര സങ്കടമാണ്, അത് മാറാൻ പറ്റുന്നില്ല, ഒത്തിരി പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് ഒന്നേ നിങ്ങളോട് പറയാനായിട്ടുള്ളൂ, ഇതിനെക്കുറിച്ചൊന്നും ഒരുപാട് ഭാരപ്പെടേണ്ട ആവശ്യമില്ല, ഇതിനെക്കുറിച്ചൊന്നും ഒത്തിരി വേദനിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കർത്താവിൽ ആശ്രയിച്ച് എളിമപ്പെട്ട് തിരുത്തിയെടുക്കാവുന്ന അല്ലെങ്കിൽ മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ ചിലർക്ക് ചിലപ്പോൾ വിഷമം അവരുടെ ജീവിതത്തിലുള്ള ചില തഴക്കദോഷങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കാം. എന്തും ആയിക്കോട്ടെ, ഈശോയിൽ ആശ്രയിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത്. ഒന്നേ ആവശ്യമുള്ളൂ: ഒന്ന്, നമുക്ക് ഇങ്ങനെയുള്ളൊരു കുറവുണ്ടെന്നുള്ള കാര്യം നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഈശോയുടെ അടുത്ത് ചെന്നിരിക്കുക. ഒപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും ആത്മീയമായിട്ടുള്ള സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതിന് പറ്റിയവരടുത്ത് ചെന്ന് ആത്മീയമായിട്ടുള്ള കൃപകൾക്ക് വേണ്ടി യാചിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുക. തീർച്ചയായിട്ടും നമുക്കതിൽ നിന്ന് ഒരു മോചനം ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനം നമ്മളോട് പറയുന്നത് പോലെ നമുക്ക് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിട്ട് മാറാം. വിശുദ്ധിയിൽ, വിശ്വാസത്തിൽ, വാക്കിൽ, പ്രവൃത്തിയിൽ ഏതെങ്കിലും ഈ രീതിയിൽ മേഖലകളിൽ കുറവുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. നമുക്കറിയാം, ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ നിറഞ്ഞ ഒരു വ്യക്തിത്വമാണ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും, എല്ലാ ഗുണങ്ങളിലും ഒത്തിരി നിറവുള്ള ഒരു അമ്മയാണ്. ആ അമ്മയുടെ അരികിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, അമ്മ ഈശോയെ നമുക്ക് തന്നതുപോലെ ആ അമ്മയുടെ അരികിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ നിറവുള്ള അമ്മ നമ്മുടെ കുറവുകളൊക്കെ പരിഹരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഈ ക്രിസ്മസിന് വേണ്ടി നന്നായി ഒരുങ്ങാനായിട്ട്, ഈശോയെ സ്വീകരിക്കാനായിട്ട്, എല്ലാവരുടെ മുമ്പിൽ നല്ലൊരു മാതൃക നിറഞ്ഞൊരു വ്യക്തിത്വമായി തീരാനായിട്ട് ഈശോ നമ്മെ സഹായിക്കും. ആമേൻ.